സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നൊരു മണ്ഡലമാണ് കോഴിക്കോട് വടകര നിയമസഭാ മണ്ഡലം. RMP രൂപീകരണവും TP ചന്ദ്രശേഖരൻ വധവും ഉണ്ടാക്കിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വടകര മണ്ഡലത്തിന്റെ ചിത്രത്തിൽ തന്നെ കാതലായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. UDF പിന്തുണയിൽ RMP സ്ഥാനാർത്ഥിയായി വീണ്ടും KK രമ മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ RJDയിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് LDF. ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികൾ മാത്രം വിജയിക്കുന്ന മണ്ഡലം KK രമയിലൂടെയാണ് കഴിഞ്ഞ തവണ UDF പിടിച്ചെടുത്തത്. RMP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK രമയ്ക്ക് UDF പിന്തുണ നൽകിയതോടെ ആ മണ്ഡലം UDF ഉറപ്പിച്ചു. 99 സീറ്റ് നേടി അധികാര തുടർച്ച കൈവരിച്ചപ്പോഴും RMP രൂപീകരണത്തോടെ തുടങ്ങിയ വടകരയിലെ തലവേദന CPM-നെ ഇന്നും അലട്ടുന്നു എന്നതാണ് വാസ്തവം. കഴിഞ്ഞ തവണ LJDയുടെ മനയത്ത് ചന്ദ്രനെതിരെ 7491 വോട്ടുകൾക്കാണ് രമ വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നടത്തിയ മുന്നേറ്റം കൂടെ കണക്കിലെടുക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വടകര നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഷാഫി പറമ്പിൽ നേടിയത്. ഈ 2012 മുമ്പുള്ള ഒരു ചരിത്രമെടുത്താൽ ഇടതുപക്ഷം മാത്രം ജയിച്ച മണ്ണാണ്. തുടർച്ചയായി ഇടതുപക്ഷം മാത്രം MLA ആയ ഒരു മണ്ഡലമാണ്. വലതുപക്ഷത്തിന് ഒരാൾ പോലും ഇവിടെ നിന്നായിട്ടില്ല. പാർലമെന്റിലേക്ക് 1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിൽ 50,000-ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നൊരു സാഹചര്യം തുടക്കമുണ്ടായത് സതീദേവിയെ തോൽപ്പിച്ചുകൊണ്ട്. 2008 ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു 2009. അന്ന് ചന്ദ്രശേഖർ മത്സരിച്ചിരുന്നു. പല കുതന്ത്രങ്ങളും അവരുടെ പ്രയോഗിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇവിടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, വൃത്തികെട്ട വർഗീയ രാഷ്ട്രീയം ഇവിടെ കളിച്ചിരുന്നു. മതം പറഞ്ഞ് രാഷ്ട്രീയം കളിച്ചിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ അതൊക്കെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്ന സാഹചര്യമാണ് വടകരയിൽ നമ്മൾ കണ്ടത്. മണ്ഡലത്തിൽ ഒരിക്കൽ പോലും CPM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ലെങ്കിലും KK രമയും RMPയും എതിർപക്ഷത്ത് നിൽക്കുന്നതിനാൽ CPM-നിത് അഭിമാന പോരാട്ടമാണ്. RJD തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത്. ഈ പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകരയിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുമുന്നണി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത തരത്തിലാണ് വോട്ടർമാർ നോക്കിക്കാണുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിലല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഓരോന്നും ഓരോ തരത്തിലാണ്. ആ നിലക്കുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇടതുപക്ഷ മുന്നണിക്ക് കാര്യമായ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. 2016 RMP തനിച്ച് മത്സരിച്ച സാഹചര്യമല്ലെന്ന് 2021 തന്നെ എത്തിയപ്പോൾ LDF-ന് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ ജയിച്ചു കയറാൻ LDF-ന് അവസാന അടവും പുറത്തെടുക്കേണ്ടി വരും. RMP രൂപീകരണത്തോടുകൂടിയാണ് വടകരയിൽ ഇടതുപക്ഷത്തിന് കാലിടറി തുടങ്ങിയത്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് 14 വർഷങ്ങൾക്കിപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും RMPയും ഒപ്പം തന്നെ RMP ഉന്നയിച്ച ചില രാഷ്ട്രീയ വിഷയങ്ങളും തന്നെയാണ് മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയം. ക്യാമറാമാൻ സജി തറയിലിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.